വ്യക്തിപരമായി സാമ്പത്തികം ആസൂത്രണം ചെയ്യുന്ന ഈ പഠന പരമ്പരയിലെ മൂന്നാമത്തെ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പണം സൃഷ്ടിക്കുന്നവരാകുക എന്നൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത്. സാധാരണ രീതിയിൽ 90% മലയാളികളും അധ്വാനിക്കുന്നവരും പണം സൃഷ്ടിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് വിദേശത്തോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ അവർ പറയാറുണ്ട്, മലയാളികളുടെ അധ്വാനിക്കാനുള്ള കഴിവ്, മനസ്സിനെക്കുറിച്ചൊക്കെ വളരെ അഭിനന്ദനാർഹമായ രീതിയിൽ അവർ സംസാരിക്കാറുണ്ട്. പണിയെടുക്കാൻ മിടുക്കരാണെന്നും മടിയില്ല എന്നുമൊക്കെ. പക്ഷേ മലയാളിയുടെ ഒരു വലിയ കുഴപ്പം എന്ന് പറയുന്നത്, അധ്വാനിക്കുന്ന പണം വിവേകപൂർവ്വം ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇവിടെയാണ് നമ്മളൊരു ബജറ്റിംഗ് എന്ന വിഷയത്തിലേക്ക് വരുന്നത്. നമ്മുടെ എപ്പിസോഡ് നല്ലൊരു ബജറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എക്കണോമിക്സ്. ഈ എക്കണോമിക്സ് എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത് ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആ പദത്തിൻ്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് എന്നാണ്. ഗാർഹിക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള പദം തന്നെ ഉടലെടുത്തത്. ബജറ്റ് എന്നുള്ള വാക്കാകട്ടെ ഗ്രീക്കിൽ നിന്നും ലാറ്റിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഉടലെടുത്തതാണ്. ബുൾഗ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നും ബുഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നുമാണ് ബജറ്റ് അഥവാ പേഴ്സ് എന്നർത്ഥം വരുന്ന ഈ ഒരു ആശയം ഉടലെടുക്കുന്നത്. നമുക്കറിയാം, ഈ ധനകാര്യ മന്ത്രിമാരൊക്കെ ഒരു പെട്ടിയും പിടിച്ചുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ വരുന്നത് ആ ഒരു പേഴ്സ്, പെട്ടി എന്നൊരർത്ഥത്തിൽ നിന്നാണ്. എന്തിനാണ് ബജറ്റിംഗ്? പലരും എന്നോട് ചോദിക്കാറുണ്ടോ? അതൊക്കെ അങ്ങനെ അങ്ങോട്ട് വരുന്ന പോലെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ പോരെ, എന്തിനാണ് ബജറ്റ്? പലരും ചോദിക്കാറുണ്ട്. ആസൂത്രണം ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സവിശേഷമായ ഒരു ബുദ്ധിശക്തിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസ്തതയെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത് അല്ലേ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും. അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു വിശ്വസ്തതയുടെ, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ, ഒരു പ്രതിബദ്ധതയുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടു, പണം ദൈവത്തിൻ്റെ ഔദാര്യമാണ്. മണി ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ്. അങ്ങനെ ദൈവം ഉദാരമായി നമ്മളെ ഏൽപ്പിച്ച പണം, അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണെന്ന് നമ്മൾ 2-ാമത്തെ എപ്പിസോഡിൽ കണ്ടു. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വിവേകപൂർവ്വം ചെലവഴിക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? പണം കയറി നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ഒരാൾ ദരിദ്രനായി ജനിക്കുന്നത് അയാളുടെ കുറ്റം കൊണ്ടല്ല. എന്നാൽ ഒരാൾ ദരിദ്രനായി മരിക്കുന്നത് അയാളുടെ കുറ്റം കൊണ്ടും കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് നയിച്ചു കൊണ്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. 4 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം. ഏതൊരു വസ്തു വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതെനിക്ക് അവശ്യ വസ്തുവോ? ഇതെനിക്ക് അത്യാവശ്യ വസ്തുവോ? ഇതെനിക്ക് അനാവശ്യ വസ്തുവോ അഥവാ ആഡംബര വസ്തുവോ? ഡിസിഷൻ നമ്മുടേതാണ്, വ്യക്തിപരമാണ്. പരസ്യങ്ങളോ ചുറ്റുപാടുമുള്ളവരോ മറ്റുള്ളവരോ നമ്മളെ സ്വാധീനിക്കാതെ കൃത്യമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിവേകത്തോടെ തീരുമാനിക്കാൻ വിശ്വസ്തയോടുകൂടി, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ നമ്മളെ ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഓർക്കണം. പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, പേഴ്സ് നിറച്ച് പണവുമായിട്ട് പോയി സഞ്ചി നിറച്ച് സാധനങ്ങളുമായിട്ട് വരുന്നു. ഇന്ന് തിരിച്ചാണ്. നമ്മൾ സഞ്ചി നിറച്ച് പണവുമായിട്ട് പോയാലേ പേഴ്സ് നിറയ്ക്കാനുള്ള സാധനങ്ങളെങ്കിലും കിട്ടുള്ളൂ. ഇതിനെ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇൻഫ്ലേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. പണപ്പെരുപ്പം. ഈ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം പെരുകുന്ന അവസ്ഥ മാത്രമല്ല,
പണത്തിൻ്റെ മൂല്യം കുറയുന്ന അവസ്ഥയാണ്. വാല്യൂ ഓഫ് മണി, പണത്തിൻ്റെ മൂല്യം കുറയുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ഇന്നലെ 10 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടിയിരുന്ന സാധനം ഇന്ന് 10 രൂപയ്ക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം 10 രൂപയുടെ മൂല്യം പോയി എന്നുള്ളതാണ്. 10 രൂപയുടെ വില പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മൂല്യമുള്ള വസ്തുവായിട്ട് പണത്തെ നമ്മൾ കരുതണം, കാണണം. പണം ഒരു സ്രോതസ്സാണ്, അതൊരു സോഴ്സാണ്. ആ ഒരു സ്രോതസ്സിനെ വളരെ സുവിശേഷാത്മകമായ രീതിയിൽ ഒരു മിഷണറി ചൈതന്യത്തോടുകൂടി കാണണമെന്നൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കാണുന്നിടത്താണ് ഒരു ബജറ്റിൻ്റെ പ്രസക്തി. ഈ പഠന പരമ്പര ശ്രവിക്കുന്ന ശ്രോതാക്കളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിതിനെ ഗൗരവപരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു നോട്ട് ബുക്കും പേനയും എടുക്കുക. ഒരു സിമ്പിൾ ബജറ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പേജ് എടുത്തിട്ട് ഒരു 4 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൻ്റെ ഹെഡിങ് വരുമാനമാണ്, രണ്ടാമത്തെ കോളത്ത് ചെലവാണ്, മൂന്നാമത്തതിനെ കടം എന്ന് വിളിക്കുന്നു, നാലാമത്തതിന് സമ്പാദ്യമാണ്. അങ്ങനെ 4 കോളങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തുലിതമായൊരു ബജറ്റ് ഉണ്ടാക്കാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. നമുക്ക് ആദ്യത്തെ കോളത്തിലേക്ക് വരാം. ആദ്യത്തെ കോളത്തിൽ നമ്മൾ നമ്മുടെ വരുമാനത്തെക്കുറിച്ച് എഴുതുന്നു. ചിലരൊക്കെ പറയും ഇതൊക്കെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെപ്പണിയാണ്, അതിനേക്കാളും നല്ലത് ഇതൊന്നും എഴുതാതിരിക്കുന്നു. ചിലരൊക്കെ ഒളിച്ച് കളിക്കുന്നവർക്കൊക്കെ വരുമാനമൊക്കെ എഴുതി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഭാര്യയുടെ വരുമാനം ഭർത്താവ് അറിയണോ, ഭർത്താവിൻ്റെ വരുമാനം ഭാര്യ അറിയണോ, ഇങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട്. ഞാനൊരു ദിവസം ഒരു പ്രീ മാരേജ് കോഴ്സ്, വിവാഹമൊരുക്ക സെമിനാറിൽ ക്ലാസ് എടുത്തതിന് ശേഷം ഇങ്ങനെ നിന്നപ്പോൾ ഒരു പെൺകൊച്ച് സംശയം ചോദിച്ചു. അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പങ്കാളിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പണ്ട് കാലത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ്റെ ചോദ്യങ്ങളാണ്. അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ പിൻ നമ്പർ ജീവിത പങ്കാളിക്ക് പങ്കുവയ്ക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രശ്നമാണ്, നിങ്ങൾ തമ്മിലുള്ള സുതാര്യമായ ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഒരു നിയമം വഴിയല്ല അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫോർമുല എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ഇൻകത്തിൻ്റെ കോളത്തിൽ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് വരുമാനം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്നാകാം, അല്ലെങ്കിൽ ജോലി ചെയ്ത് ശമ്പളമാകാം, അല്ലെങ്കിൽ ഇൻസെൻറ്റീവുകളാകാം, ബിസിനസ്സിലെ ലാഭമാകാം, പല രീതിയിലായിരിക്കാം. നിങ്ങളുടെ വരുമാനം ഏകദേശ ധാരണ നമ്മളിപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മാസത്തെ വരുമാനത്തിൻ്റെ ഒരു ഏകദേശ ധാരണ, ഒരു പിക്ചർ എത്രയാണെന്നൊന്ന് എഴുതുന്നത് നല്ലതാണ്. അത് കുടുംബാംഗങ്ങൾ അറിയുന്നതും നല്ലതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം ആത്മഹത്യക്ക് പോയി. ആ ആത്മഹത്യയിലേക്ക് പോകാൻ പോയ കുടുംബത്തെ രക്ഷിക്കാൻ സാധിച്ചു. ആ കുടുംബത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 8 ലക്ഷം രൂപയുടെ കടമയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു 10-20 പേരോടായിരുന്നു. ബാങ്കിൽ കടമുണ്ടായിരുന്നു, വീടൊക്കെ വിറ്റ് ബാങ്കിൻ്റെ കടം വീട്ടി. പക്ഷേ മനുഷ്യരോട് മേടിച്ച ഈ അമിത പലിശയുടെ കടം വീട്ടാൻ അവർക്ക് പറ്റാതെ വന്നപ്പോൾ വീട്ടിലെ ഒരു 3-4 പേര് വന്ന് കടത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വന്ന് അവരെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ അടുത്ത 3 പേര് വരും. അവർ മടുത്തപ്പോൾ ഭാര്യയും ഭർത്താവിനായിട്ട് കുഞ്ഞുങ്ങളും കൂടി വിഷം കഴിച്ച് ആത്മഹത്യന് തീരുമാനിച്ചു. അവരുടെ കൗൺസിലിംഗ് സമയത്ത് ആ സ്ത്രീ എന്നോട് പറയുമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു ഈ കുടുംബം അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ കടത്തിലാണെന്ന്. അപ്പോൾ ഞാൻ അയാളുടെ മുഖത്തിന് നോക്കി, ഭർത്താവിൻ്റെ മുഖത്തിന് നോക്കി, എൻ്റെ ഭാര്യയോട് ഇതൊന്നും പറഞ്ഞില്ലേ? നല്ലൊരു മനുഷ്യൻ, അയാൾ കരയാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഭാര്യയെ മക്കളെ അമിതമായി സ്നേഹിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹം പറയാണ്, ഞാനോ വിഷമിച്ചാൽ നടക്കുന്നത്, പിന്നെ എന്തിനാ ഇവരെയും കൂടി വിഷമിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയായിരുന്നു, ഇത്രയും കടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പിള്ളേരെയൊക്കെ അതനുസരിച്ചുള്ള സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുത്ത് ചേർക്കുമായിരുന്നുള്ളൂ. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പങ്കുവയ്ക്കാത്തൊരു മേഖലയാണ് സാമ്പത്തിക മേഖല. പ്രണയിക്കുന്ന കാലത്തും അത് കഴിഞ്ഞുമൊക്കെ ഇതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നു. അവർ പറയുന്നത് എന്നാണെന്നറിയാമോ, പണത്തിൻ്റെ കാര്യം പറയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ തല്ലുപിടിക്കും, ഞങ്ങളിന്ന് വഴക്കാവും. പണത്തിലൊരു റൊമാൻസില്ല ടീച്ചറെ എന്നോട് പറഞ്ഞ ഒരാൾ. പണത്തിനകത്തൊരു റൊമാൻസില്ല, ഉള്ള റൊമാൻസിനെയൊക്കെ നശിപ്പിക്കുന്ന വില്ലനാണ് പണം. അതുകൊണ്ട് കാശിൻ്റെ കാര്യം ഞങ്ങൾ മിണ്ടത്തേയില്ല, മിണ്ടിയ വഴക്കാണ് വീട്ടിൽ. പ്രിയപ്പെട്ടവരെ, പണം സംസാര വിഷയമാകണം വീട്ടിൽ. നമ്മുടെ വീടിൻ്റെ വരുമാനം എന്താണെന്ന് അപ്പനും അമ്മയും മക്കളും അറിയണം.
മക്കളറിയാത്തത് മൂലമുള്ള ധാരാളം പ്രശ്നങ്ങൾ അത് നമുക്ക് പിന്നീടുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം കേട്ടോ. പിന്നീടുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി എങ്ങനെ പണം ചെലവഴിക്കണമെന്നും എങ്ങനെ അവർക്ക് വേണ്ടി സമ്പാദിക്കണമെന്നുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന പരമ്പരകളിൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ബജറ്റിലേക്ക് വരാം. ഒന്നാമത്തെ കോളമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വരുമാനം. വരുമാനം എഴുതിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എഴുതേണ്ടത് നാലാമത്തെ കോളമാണ്. അത് സമ്പാദ്യമാണ്. വരുമാനത്തിൽ നിന്ന് ഒരു വീതം, എത്ര ചെറിയ വരുമാനക്കാരാണെങ്കിലും ഒരു ചെറിയ വീതം നാലാമത്തെ കോളത്തിലേക്ക് മാറ്റാനുണ്ടാകണം. അത് ചിട്ടിയായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ നമുക്ക് മാറ്റാനുണ്ടാണ് സമ്പാദ്യം. എമർജൻസി ഫണ്ടെന്ന് പറയും. അടിയന്തര അല്ലെങ്കിൽ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് അടിയന്തരം. ഇപ്പോൾ ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളുള്ളതുകൊണ്ട് ചിലരെങ്കിലും പറയും ഇൻഷുറൻസൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ. എന്നാലും വരുമാനം മുഴുവൻ ചിലവാക്കാനുള്ളത്, അത് 100 രൂപ കിട്ടുന്നവനും 1000 രൂപ കിട്ടുന്നവനും 10,000 കിട്ടുന്നവനും 1 ലക്ഷം കിട്ടുന്നവനും അതിൻ്റേതായ രീതിയിൽ സമ്പാദ്യമുണ്ടാകണം. സാധാരണ ഇങ്ങനെ 20%, 30% എന്നൊക്കെ പറയാറുണ്ട്. 20%, 30%. അപ്പോൾ ചിലരെന്നോട് ചോദിക്കും കിട്ടുന്നത് തന്നെ തികയുന്നില്ല, പിന്നെ എവിടെയിട്ട് സമ്പാദിക്കാനെന്ന് പറയും. നിർബന്ധപൂർവ്വം വിവേകത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു 20% മാറ്റിവെച്ചിട്ടേ ബാക്കി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കോളം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് നാലാമത്തെ കോളമാണ്. പിന്നീടാണ് നമ്മൾ മൂന്നാമത്തെ കോളത്തിലേക്ക്. അത് കടമാണ്. കടം മേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ലോൺ എടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ലോൺ എന്തിനു വേണ്ടി എടുത്തു എന്നതാണ് പ്രശ്നം. ഇഫ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്, ഉൽപ്പാദനക്ഷമകരമായ കാര്യങ്ങൾക്കാണെങ്കിൽ, ഒരു വീട് പണിയാനോ ഒരു വാഹനം മേടിക്കാനോ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനോ ഒക്കെയാണ് ഞാൻ കടമെടുത്തതെങ്കിൽ ആ കടത്തിൽ തെറ്റില്ല. ഇന്ന് എക്കോണമി ക്രെഡിറ്റ് എക്കോണമിയായിട്ട് വളർന്നിട്ടുണ്ട്. ധാരാളം ലോൺ കിട്ടും. ഒരു ബൈക്കിൻ്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. വെറുതെ ഇങ്ങോട്ട് പോരുക, ബൈക്കും കൊണ്ട് പൊയ്ക്കുക, 36 തവണകളിൽ അടച്ചു തീർത്താൽ മതി. ആരും വീണു പോണ പരസ്യം. വെറുതെ ഇങ്ങ് വന്നാൽ മതി. ഡൗൺ പേയ്മെൻറ്റ് പോലും ഇല്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. 10,000 രൂപ അടയ്ക്കൂ, ബാക്കി കൊണ്ടുപോകും. ഇപ്പോൾ അതുകൂടി ഇല്ലാണ്ടായി. ക്രെഡിറ്റ് എക്കോണമിയുടെ വളർച്ചയാണ്. ക്രെഡിറ്റ് എക്കോണമിയുടെ വളർച്ചയിൽ തെറ്റൊന്നുമില്ല. കാരണം കാശ് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ക്രെഡിറ്റ് എക്കോണമിയുടെ വളർച്ചയിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വിവേകം നമ്മളെ ഭരിക്കണമെന്ന് മാത്രം. പ്രൊഡക്റ്റീവ് പർപ്പസിന്, ഉൽപ്പാദനക്ഷമതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കടമെടുത്തത്. കടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹൗസിംഗ് ലോണാകാം, അതിനടയ്ക്കുന്ന EMI മാസാമാസം നമ്മൾ അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ലോണാകാം. എല്ലാ മാസവും അടയ്ക്കുന്ന ഗഡു, അതാണ് നമ്മൾ മൂന്നാമത്തെ കുളത്തിൽ എഴുതുന്നത് കടത്തിൽ. ഓർക്കണം, പിടിച്ച ചിട്ടി കടമാണ്, പിടിക്കാത്ത ചിട്ടി സമ്പാദ്യമാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം. പിടിക്കാത്ത ചിട്ടിയാണെങ്കിൽ സമ്പാദ്യത്തിൻ്റെ കുളത്തിലാണ് തുക പോകേണ്ടത്, പിടിച്ച ചിട്ടിയാണെങ്കിൽ കടത്തിൻ്റെ കുളത്തിലാണ് അത് പോകേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ കോളവും നാലാമത്തെ കോളവും കൂടി കൂട്ടണം. ദാറ്റ് മീൻസ് കടം പ്ലസ് സമ്പാദ്യം. ആ കൂട്ടിക്കിട്ടുന്ന തുക ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കുറയ്ക്കണം. എന്നൊന്നുകൂടി വ്യക്തമാക്കാം. 3ഉം 4ഉം കോളങ്ങൾ കൂട്ടി അതിൽ ലഭിക്കുന്ന തുക ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന തുകയാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ദാറ്റ് മീൻസ് ചിലവാക്കാനുള്ള തുക അതാണ്. ഒരു വലിയ സാമ്പത്തിക തത്വമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്നതല്ല സമ്പാദ്യം, സമ്പാദ്യം കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് ചിലവ്. ഞാൻ ആവർത്തിക്കുന്നു, ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്നതല്ല സമ്പാദ്യം, സമ്പാദ്യം കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് ചിലവ്. അപ്പോൾ സമ്പാദിക്കണമെന്നുള്ളത് അതിനേക്കാളും പ്രധാനപ്പെട്ടത്. ചില ചോദിക്കാറുണ്ട്, നാളെ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ചിലർ പറയും, ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ, വാർദ്ധക്യത്തിൽ വരുമ്പം കാശ് വേണ്ടേ? രണ്ട് ചിന്തയും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ച് നാളെക്കുറിച്ച് ഒന്നുമില്ലാതെ വരികയും നാളെക്കുറിച്ച് മാത്രം വ്യസനപ്പെട്ട് ആദ്യ പിടിച്ച് ഇന്ന് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അത് പലർക്കും പല രീതിയിൽ ഉണ്ടാക്കാം. ഒരുപക്ഷെ ആഴ്ചയിലുള്ള ബഡ്ജറ്റാകാം, മാസത്തിൻ്റെ ബഡ്ജറ്റാകാം, വാർഷിക ബഡ്ജറ്റാകാം. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചും വരുമാനം അനുസരിച്ചൊക്കെ അത് മാറിപ്പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബഡ്ജറ്റ് ഉണ്ടാക്കണം.
പറ്റുമെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ. പക്ഷെ ചില വീടുകളിലെങ്കിലും അതിൻ്റേതായ ചില അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കമ്മി ബജറ്റ് അല്ലെങ്കിൽ മിച്ച ബജറ്റ്, ഇങ്ങനെ പല വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? വരുമാനം ചിലവിനേക്കാൾ കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലവ് വരുമാനത്തേക്കാൾ കൂടി നിൽക്കുന്നത്, പല രീതിയിലാണ് ബജറ്റുകൾ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ബജറ്റ് പോലെയല്ല നമുക്ക്. സർക്കാരിൻ്റെ ബജറ്റിൻ്റെ പ്രത്യേകത, സർക്കാർ ആദ്യം ചിലവ് കോളം കണ്ടുപിടിക്കും. അടുത്ത വർഷം എന്തൊക്കെ ചിലവുണ്ട്, അങ്ങനെയെങ്കിൽ ആ ചിലവിനെയൊക്കെ നേരിടാൻ എങ്ങനെ വരുമാനം കണ്ടുപിടിക്കും. അതാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയും, സർക്കാരിൻ്റെ ബജറ്റ്. എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ കാര്യത്തിൽ തിരിച്ചാണ്. വരുമാനം എത്രയുണ്ടെന്ന് നോക്കുന്നു. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ ജോലി, സ്വത്ത്, വരുമാനം, ബന്ധങ്ങൾ, ബന്ധുക്കൾ എല്ലാം സ്വത്താണ് കേട്ടോ. നമ്മുടെ ഒരു വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ് അത് എഴുതുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. ഭാവിയിൽ എന്തുണ്ടാക്കണമെന്ന് നമ്മൾ ചിന്തിക്കും. രണ്ട് തരത്തിലുള്ള ചിലവുകൾ നമുക്ക് ഭാവിയിൽ വന്ന് പെടാം. ഒന്ന് പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എൻ്റെ മക്കളുടെ വിവാഹമാകാം, വിദ്യാഭ്യാസമാകാം, ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ചില അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, അപ്രതീക്ഷിത ചിലവുകൾ. ഒരു രോഗമോ ഒരു മറ്റപകടമോ മറ്റു രീതിയിലുള്ളത് അല്ലേ, അപ്രതീക്ഷിതമാണ്. ഇപ്പം രണ്ട് രീതിയിലുള്ള ചിലവുകളെ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കണം. പക്ഷേ ഭാവിയെക്കുറിച്ച് ആദ്യം പിടിച്ച് ഇന്ന് ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യരുത്. ഇന്ന് ജീവിക്കാൻ മറന്നുപോയ അനേകം പേരെ നമ്മൾ ചുറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ആ വരുമാനത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ കണ്ടുപിടിച്ചു. ഭാവിയിൽ എന്ത് വേണം, അതാണ് സമ്പാദ്യത്തിൻ്റെ സ്രോതസ്സ് കണ്ടുപിടിച്ചു. കടം എങ്ങനെയുണ്ടായി, എന്തിനുണ്ടായി. കടത്തിൽ ഉണരുന്നതിനേക്കാളും അത്താഴമില്ലാതെ കിടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയാറുണ്ട്. കാരണം ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചിന്തിച്ചത്. ഈ ജലം, വെള്ളം ഒരു സഞ്ചാര മാധ്യമം എന്നുള്ള നിലയിൽ കപ്പലിനെ താങ്ങി നിർത്തുക ചെയ്യുന്നത്. എന്നാൽ ജലം തന്നെ കപ്പലിനകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് സംഹാര താണ്ഡവമായി മാറുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കടം ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല, കടം കയറി നമ്മളെ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളൊരു എമർജൻസി ഫണ്ടും ഒക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. നമ്മളുണ്ടാക്കുന്ന ബജറ്റ് എപ്പോഴും ലളിതമായിരിക്കണം, സിമ്പിളായിരിക്കണം. വളരെ സമയബന്ധിതവും ലളിതവുമായ ബജറ്റാണ് എപ്പോഴും നല്ലത്. ചില ചിലവുകൾ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ചിലവ് ഒഴിവാക്കാമായിരുന്നു, അത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാമായിരുന്നു. ചിലവിൽ തന്നെ അത്യാവശ്യ ചിലവുകളുണ്ട്. ഇപ്പോൾ വിനോദത്തിനും ഒക്കെയുള്ള ചിലവുകളുണ്ട്. എല്ലാം നമുക്ക് വേണം. ചിലവ് കോളത്തിനകത്ത് നമ്മൾ എഴുതുമ്പോൾ അടുക്കളയിലെ ഭക്ഷണം, അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ യാത്രാ ചിലവുകൾ, വിനോദത്തിൻ്റെ ചിലവുകൾ, വല്ലപ്പോഴും ഒരു സിനിമ കാണുന്നത്, ഒരു യാത്ര പോകുന്നത്, ഇതൊക്കെ ചിലവാണ്. ഈ ചിലവുകളെല്ലാം ചിലവ് കോളത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോളം ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും ഇതൊക്കെ എഴുതി വെച്ചാലും നമുക്കറിയാം ഒരു മാസം കഴിയുമ്പോൾ ഇത് വെട്ടിത്തിരുത്തേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിനകത്തൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ പരാജയങ്ങളെ അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോയ മേഖലകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അടുത്ത മാസം നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ബഡ്ജറ്റ് ഉണ്ടാക്കാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും. ഇത് മക്കളെയും കൂടി കാണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും, എൻ്റെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ്, ഇപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ജീവിക്കാം. എന്നാൽ എൻ്റെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി വളർത്തേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കണം. നമുക്കറിയാം 2 ഷർട്ട് ഉണ്ടെങ്കിലും 20 ഷർട്ട് ഉണ്ടെങ്കിലും ജീവിക്കാം, 2 സാരി ഉണ്ടെങ്കിലും 20 സാരി ഉണ്ടെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണം. പക്ഷേ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം. മറ്റൊരാളെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഒരാളുടെ ചിലവ് ഒരിക്കലും മറ്റൊരാളുടെ ചിലവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കാരണം അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്. അവരുടെ ജീവിതമാകുന്ന പരീക്ഷയ്ക്ക് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്. അതുകൊണ്ട് അവരുടെ ഉത്തരങ്ങളും വ്യത്യസ്തമാണ്. നമ്മളൊരിക്കലും അനുകരണ മനോഭാവത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ പോകരുത്. ഇമിറ്റേഷൻ. സാധാരണ ഞങ്ങൾ പറയാറുണ്ടേ, താഴ്ന്ന വർഗം മധ്യവർഗത്തെ അനുകരിക്കും, മധ്യവർഗം സമ്പന്നവർഗത്തെ അനുകരിക്കും. ഈ അനുകരണ ഭ്രമമാണ് നമ്മുടെ ബജറ്റിനെ താളം തെളിക്കുന്നത്. അടുത്ത വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ വീട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനി ഇതിലൊരു സന്തുലിതമായ ഒരു ബജറ്റ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.